ഇനി ഇപ്പൊ നമ്മളൊരു യൂണിവേഴ്സിറ്റി വന്ന് അല്ലേ, ഒരു യൂണിവേഴ്സിറ്റി വന്നതിന് UGC അപ്രൂവലൊക്കെ ഉണ്ടായി. ഇന്ത്യയിൽ എത്ര ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് അറിയോ? അതായത് നോർമൽ ലെവലിൽ ഇന്ത്യയിൽ ഇപ്പൊ നമ്മളൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുകയാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് ഇന്ത്യയിൽ ഏത് ടൈപ്പൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത് എന്നുള്ള അറിയാം. ഡീംഡ് യൂണിവേഴ്സിറ്റി ഒരു കാറ്റഗറിയാണ്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഒരു കാറ്റഗറിയാണ്, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഒരു കാറ്റഗറിയാണ്, പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു കാറ്റഗറി ആണെന്ന് പറയാം. പക്ഷെ അതിന് കാറ്റഗറി എന്ന് പറയാം, അതൊരു കോഴ്സ് വൈസ് ഉള്ള ഒരു കാറ്റഗറിയാണ്. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ. പ്രധാനപ്പെട്ടത് 5 കാറ്റഗറിയാണ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവാറുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി. സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പേര് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എന്താണ് ഇതിന് ആരാണ് ഭരിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ത് വരിക, ഇതിന്റെ ഭരണം വരെ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളൊരു യൂണിവേഴ്സിറ്റി വേണം, നമ്മളൊരു പ്രപ്പോസൽ കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മളോട് കോഴിക്കോട് ഇത്ര യുവാക്കള് പഠിക്കാൻ തയ്യാറുണ്ട്, സൗകര്യം ഇല്ല, പിന്നെ കോഴ്സൊക്കെ വെച്ചിട്ട് യൂണിവേഴ്സിറ്റി പ്രപ്പോസൽ കൊടുക്കണം. ഫസ്റ്റ് ഒരു പ്രപ്പോസൽ കൊടുക്കുന്ന സമയത്ത് ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രമിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. കാരണം സെൻട്രൽ ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫണ്ട്, അതിന്റെ ആക്സബിലിറ്റി, പല കാര്യങ്ങളും കുറെ ലിബറേഷൻസ് ഉണ്ട്. പിന്നെ പലപ്പോഴും പലരും ചിന്തിക്കും വാല്യൂസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഹൈ ആണെന്നുള്ളതൊക്കെ ചിന്തിച്ചു വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് പ്രപ്പോസൽ കൊടുത്തു, സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് അതിന്റെ റിക്വയർമെന്റ് നമുക്കിവിടെ ചിലപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് എന്ത് ചെയ്യുക, അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ചെലവിൽ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇതിന്റെ ഒരു യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും സർവാധികാരി ആരാണെന്ന് അറിയോ? ചാൻസലർ. ഈ സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിന്റെ ചാൻസലർ ആരാണെന്ന് അറിയോ? കേന്ദ്ര സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിന്റെ നോർമൽ ലെവലിൽ ചാൻസലർ ആരാണെന്ന് അറിയാം? നോർമൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് നോർമൽ ലെവലിൽ ചാൻസലർ. അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാവും. ചില യൂണിവേഴ്സിറ്റികളിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർക്ക് കൊടുക്കും? വൈസ് പ്രസിഡന്റിന് കൊടുക്കും. ഓക്കെ, അതായത് ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയിൽ ഏകദേശം 1200ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 100+ സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട്. അപ്പൊ ചാൻസലർ എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയൊരു പദവിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചില സമയങ്ങൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആണ് എന്ത് വരല്, ഇതിന്റെ ചാൻസലറായി വരാറുള്ളത്. ഈ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒന്നും എപ്പോഴും യൂണിവേഴ്സിറ്റിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യും, ഒരു വൈസ് ചാൻസലറെ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യും, നിയമിക്കും. അതാണ് നമ്മൾ എപ്പോഴും കേൾക്കല് VC എന്നാണ് എന്ത് ചെയ്യുക, കേൾക്കുക. യൂണിവേഴ്സിറ്റി ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റവും റാക്ടിഫിക്കേഷൻ പവർ ഉള്ള ഒരാളാണ് എന്ത്, വൈസ് ചാൻസലർ. വൈസ് ചാൻസലർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചാൻസലറെ നോമിനിയാണ്. ചാൻസലർക്ക് ഈ പണി എടുക്കാൻ നേരമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈനംദിനം ഇടപെടാൻ സാധിക്കാത്തത് കൊണ്ട് ആ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരാൾ എന്ത് ചെയ്യും, നോമിനേറ്റ് ചെയ്യും. അവരാണ് എന്ത് വരിക, വൈസ് ചാൻസലർ. വൈസ് ചാൻസലർ നോർമൽ ലെവലിൽ എല്ലാ അധികാര പരിധികളും വൈസ് ചാൻസലർക്കാണ് വരാറുള്ളത്. അതോടൊപ്പം തന്നെ ഒരു പ്രോ ചാൻസലർ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവും. വൈസ് ചാൻസലർ അഭാവത്തിലോ അല്ലെങ്കിൽ വൈസ് ചാൻസലർ അതേ ലെവലിൽ തന്നെ പവറുള്ള ആളാണ്, പക്ഷെ എപ്പോഴും പവർ പ്രയോഗിക്കപ്പെടാറില്ല. പ്രോ ചാൻസലർ റിക്കാർഡിക്കലി പവർ ഉണ്ട്, പക്ഷെ പ്രയോഗിക്കപ്പെടാറില്ല. ആ പ്രോ ചാൻസലർ നോർമൽ ലെവലിൽ കേന്ദ്ര ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാകുമ്പോൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ സെൻട്രൽ മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് എന്ത് വരല്, സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ആര് വരല്, ഇതിന്റെ പ്രോ ചാൻസലറായി വരാറുള്ളത്. പിന്നീട് അതിനൊരു സിൻഡിക്കേറ്റ് ബോഡി ഉണ്ടാവും, അവരാണ് അതിന്റെ എന്ത് അധികാരം. അതിന് ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ നിയമങ്ങളാണ്. സിൻഡിക്കേറ്റ് ഉള്ളതിന് അതുണ്ടാവും. എല്ലാത്തിനും പല യൂണിവേഴ്സിറ്റികളും പല നിയമങ്ങളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുടെ പേര് പറയുന്നത് ഇപ്പൊ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതൊരു സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ മിസോറാം ഒരു സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ കേരളത്തിലുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എവിടെ ഉള്ളത് അറിയാം? കാസർഗോഡ് ഉണ്ട്. കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികൾ സെൻട്രൽ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ എന്ത് പറയാ, സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി. ഈ സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെ യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല, ഇതിന് UGC അപ്രൂവ്ഡ് ഉണ്ടെങ്കിൽ എന്ത് വരുള്ളൂ,
ഈ കോഴ്സ് സംഭവം ഇന്ത്യൻ്റെ പ്രസിഡന്റ് എന്നുള്ളതൊക്കെ ശരിയാണ്. UGCന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് പോയിട്ടില്ലെങ്കിൽ UGC ആ കോഴ്സ് നടത്താനൊന്നും പറ്റില്ല. ഇപ്പം നമുക്കറിയാം മിസോറാം സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്തില്ല, ഓൺലൈനിൽ കോഴ്സ് നടത്താൻ വേണ്ടിയിട്ട് അംഗീകാരം പുതുക്കി കൊടുത്തില്ല. ക്ലിയർ? അപ്പോൾ എപ്പോഴും എന്താണ്, UGC അപ്രൂവ്ഡ് വരുമ്പോൾ അതിന് എന്ത് വരുള്ളൂ, ആ കോഴ്സ് വാലിഡ് ആയി വരുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറി യൂണിവേഴ്സിറ്റി ഉണ്ട്. ഏതാണെന്ന് അറിയോ? സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഉത്തരം കിട്ടൽ വളരെ സിമ്പിളാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിന്റെ ഓണർ ആരാ വരിക? അതിന്റെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുമ്പോൾ അതിന് ഫണ്ട് വരുന്നതും അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത് വരിക? അവരെ ലാൻഡ് ആയിരിക്കും, അവരെ ബിൽഡിംഗ് ആയിരിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ജോലിക്കാരായിരിക്കും, ഒക്കെ അതായിരിക്കും. ക്ലിയർ? സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലാവും. ഇപ്പോൾ കേരളത്തിലത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ കേരള നിയമസഭയിലാണ് എന്ത് വരിക? അതിന്റെ ആക്ട് പാസ്സാവുക. അതിന് പിന്നെ എന്ത് ചെയ്യും? UGC ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് UGC അപ്രൂവൽ കൊടുക്കും. ഇങ്ങനെയാണ് ഇതിന്റെ രീതി വരിക. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ അസംബ്ലിയിൽ പാസ്സാവുന്ന യൂണിവേഴ്സിറ്റിയാണ് ഏത്? സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പോസ്റ്റ് ഏതാ വരിക? സെയിം ചാൻസലർ ആണ് വരിക. സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിന്റെ ചാൻസലർ സാധാരണ ആരാണ് ആവാറുള്ളത്? ഗവർണറാണ്. ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയ വിവാദവും, അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഗവർണറാണ് എന്ത് വരില്ലേ? ഗവർണറാണ് ഇതിന്റെ അധികാരി അല്ലെങ്കിൽ ഇതിന്റെ ചാൻസലറായി വരിക. ഞാൻ പറഞ്ഞു കേരളത്തിൽ ഏകദേശം 22ഓളം എന്തുണ്ട്? യൂണിവേഴ്സിറ്റികളുണ്ട്. 22 ഏകദേശം 15ഓളം സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. ഈ 15 യൂണിവേഴ്സിറ്റിയിലും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ആർക്ക് പറ്റൂല? ഗവർണർക്ക് പറ്റില്ല. ഇപ്പൊ കുറച്ചൊക്കെ ഇടപെടുന്നുണ്ട്. ഇപ്പൊ ചാൻസലറെ വൈസ് ചാൻസലർ നിയമിച്ചത് വരെ മാറ്റി. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാൻസലറൊക്കെ മാറ്റി. പക്ഷെ ഈ സാഹചര്യത്തിൽ ഇവർ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഇവർ നിശ്ചയിക്കുന്ന ആളാണ് ആര്? വൈസ് ചാൻസലർ. വിസിനെ നിയമിക്കാനുള്ള ചുമതല ഇപ്പം നിയമപ്രകാരം ആർക്കാണ്? ഗവർണർക്കാണ്. കേരള നിയമസഭ പറയുന്നുണ്ട് അടുത്ത നിയമം കൊണ്ടുവരും, മാറ്റുന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി അതൊക്കെ ഒരു ഇഷ്യൂസ്. ഇപ്പൊ നിലവിൽ കേരളത്തിൽ ആരാണ്? കേരളത്തിലെ ഗവർണറാണ് ചാൻസലർ. ഗവർണർ നിയമിക്കുന്ന ഗവർണർ നോമിനിയാണ് ആരായി വരാറുള്ളത്? വൈസ് ചാൻസലറായി വരാറുള്ളത്. അതുപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര് വരാറുള്ളത്? പ്രോ ചാൻസലർ ആയിട്ട് വരാറുള്ളത്. ഓക്കെ. ഇനി ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്ത് വേണം? UGC അപ്രൂവൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു. എന്താണ്? സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. എന്താണ്? സ്റ്റേറ്റ് പ്രൈവറ്റ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ കേരളത്തിൽ നിലവിൽ ഇപ്രാവശ്യം മുതൽ തുടങ്ങും എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മൾ കർണാടക തമിഴ്നാടിന്റെ അതിർത്തിയാണ് കടന്നു കഴിഞ്ഞാൽ തന്നെ കാണും എന്ത്? കർപ്പകം മുതൽ വിനായക മിഷൻ മുതലൊക്കെ സ്റ്റേറ്റ് പ്രൈവറ്റ് എന്താണ്? യൂണിവേഴ്സിറ്റീസ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്നത് എവിടെ വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രത്യേക ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി വേണം. സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് റെഗുലേറ്റ് ചെയ്യണം, അതിന് ഫണ്ട് കൊടുക്കണം, അല്ലേ? ഇത് വന്നാൽ തന്നെ നടത്തിപ്പോവാൻ വേണ്ടിയിട്ടുള്ള ചെലവുകൾ, ഇതൊക്കെ നോക്കുമ്പോൾ എന്നാൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവും വേണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റിന് അവിടെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് ചോയ്സ് അവിടെ ഉണ്ടാക്കാറുണ്ട്. ഒന്നിരിക്കും നിലവിൽ അതേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഫെസിലിറ്റി ഉള്ള ഒരു കോളേജിന് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ അസംബ്ലിയിൽ എന്ത് ചെയ്യും? ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അതിനെന്ത് ചെയ്യും? ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യും. മേ ബി. ക്ലിയർ? ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു MES കോളേജ്. MES കോളേജിക്ക് ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ട ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടെന്ന് കൂട്ടുക. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സാധ്യത അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ശരിക്കും ആക്ട് ഇല്ല, ഇതുവരെ നിയമസഭ പാസ്സാക്കിയിട്ടില്ല. മേ ബി തമിഴ്നാട്ടിലായാലും ബാക്കിയുള്ളതൊക്കെ സംഭവിക്കുന്നത് അതിനെൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെങ്കിൽ അവരെന്താക്കും? ഒരു സ്വതന്ത്ര യൂണിവേഴ്സിറ്റി ആക്കിയിട്ട് എന്ത് ചെയ്യും? അവരെ മാറ്റും. അതും എന്താണ്? ആ നിയമസഭയിൽ പാസ്സാവുന്ന ഒരു ആക്റ്റാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ ആക്റ്റിൽ വരുമ്പോൾ ഇതിന്റെ ചാൻസലർ ആരാ വരിക? ഗവർണറാവോ? പ്രസിഡന്റ് ആവോ? ഇല്ല. ഇതിനാരാണ് ഇതിന്റെ ട്രസ്റ്റി അല്ലെങ്കിൽ ഇതിൽ ആരാണ് ഇതിന്റെ ഓണർ? അവരാണ് എന്ത് വരിക? ഇതിന്റെ ചാൻസലർ പോസ്റ്റിൽ വരിക. മേ ബി ചിലപ്പോൾ ഒരു സൊസൈറ്റി ആയിരിക്കും. MES ഒക്കെ എന്നുണ്ടെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഒരാളാണ് ഇതിന്റെ ചാൻസലർ. ഇവിടെ MES ഒന്നും യൂണിവേഴ്സിറ്റി ഇല്ല കേട്ടാ. ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു കോളേജിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്.
കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും എന്തില്ല, കേരളത്തിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് പിന്നെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലുള്ള അമൃത യൂണിവേഴ്സിറ്റിന്റെ NOCയോട് കൂടിയിട്ടുള്ള ഒരു ക്യാമ്പസ് കൊച്ചിയിലുണ്ട്. ഒരു സ്പെഷ്യൽ പെർമിഷനിൽ വർക്ക് ചെയ്യണത്, സ്റ്റേറ്റ് ഗവൺമെന്റ് NOC ഉള്ളതാണ്. ബാക്കി അതിന്റെ അമൃതന്റെ ചാൻസലർ ആരാണ്? മാതാ അമൃതാനന്ദമയ്യാണ്. ക്ലിയർ? അപ്പോൾ ഇതിന്റെ ചാൻസലർ ആരാ വരും? ഇതിന്റെ ഓണർ ആരാണോ അവരാണ് ഇതിന്റെ ചാൻസലർ വരും. ഇവർ നിശ്ചയിക്കുന്ന ആളാണ് എന്ത് വരിക? വൈസ് ചാൻസലർ വരിക. ഇവർ നിശ്ചയിക്കുന്ന ആളാണ് ഇതിന് എന്ത് വരിക? പ്രോ ചാൻസലർ വരിക. ഓക്കെ, ക്ലിയർ ആയില്ലേ? പിന്നെ ഇവർ നിശ്ചയിക്കുന്ന കമ്മിറ്റി ആണ് ഇതിന്റെ എന്ത് വരിക? ഇതിന്റെ സിൻഡിക്കേറ്റും വരിക. അപ്പൊ ഇതിന്റെ ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ചെലവുകളും നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്നവരാണ് അതിന്റെ ആ കമ്മിറ്റിയാണ് എന്ത്. പിന്നെ പലപ്പോഴും ഗവൺമെന്റ് എടുത്ത് ചെറിയ ചെറിയ ഗ്രാന്റുകൾ അനുവദിച്ച് കിട്ടും എന്നല്ലാതെ കൂടുതലായിട്ട് ഗവൺമെന്റ് ഗ്രാന്റുകളൊക്കെ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് കുറവാണ്. കുട്ടികൾക്കും ഗ്രാന്റ് കിട്ടുന്ന കാര്യം വളരെ കുറവാണ്. നടക്കുന്നുണ്ട്, നിലവിൽ വരുന്ന എല്ലാ പ്രൊജക്റ്റിലും ഈ കുട്ടികൾ ഉണ്ടാവും. ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ നടത്തുമ്പോൾ ഇപ്പം നിലവിൽ കുറെ കാര്യങ്ങളൊക്കെ ആക്സസിബിൾ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, മൂന്നാമതൊരു കാറ്റഗറി യൂണിവേഴ്സിറ്റി ഏതാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലേ? അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ ഇതിൻ്റെ ഒരു പേരുണ്ട്, ഇപ്പൊ നല്ല വിവാദമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൽപ്പിത സർവകലാശാല അല്ലേ? കൽപ്പിതം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളം കൽപ്പിതത്തിന്റെ അർത്ഥം എന്താ? കൽപ്പിതം, കൽപ്പിച്ചു കൊടുക്കുന്ന അല്ലേ? അവരെന്ത് ചെയ്യാണ്? അങ്ങോട്ട് കൽപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി പോലെ എന്ത് ചെയ്യണം? അവർക്കൊരു അധികാരം കൊടുക്കും. ഡീംഡ് ടു ബി എന്നാണ് പറയുക. അതായത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ കേരള കലാമണ്ഡലം ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഈ കേരള കലാമണ്ഡലം എങ്ങനെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഭരതനാട്യം, മോഹിനിയാട്ടം അല്ലെ, കുറെ കോഴ്സുകളുണ്ട്. ഇതിനൊക്കെ വേണ്ടി 4-5 വർഷം പഠിക്കുന്ന ആളുകളാണ്. അപ്പൊ അതിലൊരു ഡിഗ്രി അവർക്ക് കൊടുക്കുക, മ്യൂസിക്കിലൊരു ഡിഗ്രി കൊടുക്കുക, അല്ലെങ്കിൽ ഭരതനാട്യത്തിലൊരു ഡിഗ്രി കൊടുക്കുക. ഒരു മ്യൂസിക് ടീച്ചർ, ഒരു ഡാൻസ് ടീച്ചർ ഒരു ഒഴിവ് വരുമ്പോൾ അത് കേരളത്തിലാവുമ്പോൾ കേരള കലാമണ്ഡലത്തിന് ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ അതിന് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് UGC അപ്രൂവലും കൂടി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡിഗ്രി വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതിനുവേണ്ടി പ്രത്യേക പദവിയിൽ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് എന്ത്? അതിനൊരു പ്രത്യേക പദവി നൽകുന്നതാണ്. പല സാഹചര്യങ്ങളാണ് ഈ പദവി നൽകാൻ ഉണ്ടാവല്. കേരള കലാമണ്ഡലം ഈ ഒരു കലനെ വേൾഡ് വൈഡ് ആക്കുക എന്നുള്ളതാണ് എന്ത് ഇതിന്റെ ഉദ്ദേശം വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന സർവകലാശാലയാണ് എന്ത് വരിക? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. പല കാര്യങ്ങൾ ഇതിൽ വരും. ഇപ്പൊ ചില സ്ഥലത്ത് നിങ്ങൾ യുനാനി മെഡിസിനിലുള്ള റിസർച്ച് കൊണ്ട് അതിനെ കുറെ ഉയർത്തിയെത്താൻ വേണ്ടിയിട്ടാണ് പല യൂണിവേഴ്സിറ്റികൾക്കും അങ്ങനെ പദവി കൊടുത്തിട്ടുള്ളത്. ചില സ്ഥലത്ത് വേറെ എന്തെങ്കിലും ആർട്സ് സബ്ജക്റ്റുകൾ ആ ഒരു മേഖലയിൽ അങ്ങനെ ഒരു ആർട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഡീംഡ് ടു ബി വരും. ഡീംഡ് ടു ബിയിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഓക്കെ, ഈ ആക്ടിലൊക്കെ എന്തുണ്ട്? ഡീംഡ് ടു ബിയിലും ഇത് വരുന്നുണ്ട്. അപ്പൊ ഇതിനും അതിന് ചാൻസലറൊക്കെ വരല് ഓരോ യൂണിവേഴ്സിറ്റി റൂളിനനുസരിച്ചിട്ട് എന്ത് വരിക? ഇത്രയും കാര്യങ്ങളൊക്കെ വരല്. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി വരുന്നത് ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്. കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇട്ടിട്ടുണ്ടോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇട്ടിട്ടുണ്ടോ? പിന്നെന്താ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലേ? എഞ്ചിനീയറിംഗ് ഇല്ലേ? ടെക്നോളജിയാണ് എഞ്ചിനീയറിംഗ്, സോറി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയിംസ് കേട്ടിട്ടില്ലേ? ഇതൊക്കെ അതായത് രാജ്യത്തെ ഏറ്റവും എന്താണ് പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഏറ്റവും നല്ല എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടത്, ഏറ്റവും നല്ല മാൻ പവർ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഇവർക്കും ഒരു ഓട്ടോണോമസ് പവർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് തന്നെ അവരുടെ സ്വന്തം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത എന്താണ് അത് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങൾക്കുള്ളത് പോലെ തന്നെ വേൾഡ് വൈഡ് എന്താണ് ആക്സെപ്റ്റബിൾ ആണ്. ഈവൻ അത് UGCന്റെ കൺട്രോളും കൂടിയല്ല. കാരണം UGC ചില നിബന്ധനകളൊക്കെയും ഉപരിയാണ് എന്ത് ഇതിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വരില്ല. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അവിടെ പ്രതിപാദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഹയർ സ്റ്റഡിക്ക് ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ടുള്ള ഒരു ബോഡിയാണ് എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്. നമ്മൾ IIM പോലെ, എയിംസ് പോലെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലെ. അങ്ങനെ നമ്മളെ കോഴിക്കോട് ഉണ്ട് അല്ലെ? കോഴിക്കോട് IIM ഉണ്ട്, IIT ഉണ്ട്, NIT ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി.
എല്ലാം എന്തുണ്ട്, അത് ഒരു നാഷണൽ ഇൻട്രസ്റ്റിൽ വരുന്ന പ്രത്യേക ലോ ആണ്. കൂടാതെ വരുന്ന മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഓട്ടോണോമസ് കോളേജ് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മളെ ഫറൂഖ് കോളേജ് എന്താണ്, ഒരു ഓട്ടോണോമസ് കോളേജ്. ഈ ഓട്ടോണോമസ് കോളേജിന്റെ പവർ എന്താ പറയുക, അവർക്ക് തന്നെ സ്വന്തം എക്സാം നടത്താൻ പറ്റും, മാർക്ക് ഷീറ്റ് കൊടുക്കാൻ പറ്റും, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് അതിനെന്തുണ്ടാവും, ഒരു മദർ യൂണിവേഴ്സിറ്റി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ബിവോക്ക് കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്ത് ഫസ്റ്റ് എടുത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നാണ് എന്ത്, ഫറൂഖ് കോളേജ്. അവർ 3 വർഷം കോഴ്സ് നടത്തി. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ വേറെ സെന്ററുകളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടത്തുന്ന കോഴ്സിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ പരീക്ഷ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഏകദേശം 6ഓളം കാറ്റഗറിയിലാണ് നമ്മുടെ നാട്ടിൽ എന്തുള്ളത്, ഹയർ സ്റ്റഡി ഓപ്ഷൻസ് ഉള്ളത്. എപ്പോഴും ഓട്ടോണമസ് കോളേജിന് ഒരു മദർ യൂണിവേഴ്സിറ്റി ഉണ്ടാവും. ആ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് എന്ത് ആയിരിക്കണം. ഇനി ഇപ്പൊ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഇപ്പൊ നമ്മൾ സംസാരിച്ച്, സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ സംസാരിച്ച് പോയ കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റി എന്താന്ന് പറഞ്ഞു, യൂണിവേഴ്സിറ്റിന്റെ ജോലി പറഞ്ഞു, ഏതൊക്കെ ടൈപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ റോൾ എന്താണെന്ന് പറഞ്ഞു, അതിനാരൊക്കെയാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എത്ര ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട്? നോർമൽ 5 അല്ലേ, 5 ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട്. 5 ഇനി കൺഫ്യൂഷൻ ഉണ്ടാ? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രൈവറ്റ്, ഡീംഡ്, ഓട്ടോണോമസ്. അപ്പോൾ പിന്നെ ശരിക്കും നാഷണൽ ഇൻട്രസ്റ്റും കൂടി ഉണ്ട്. പക്ഷെ അത് UGCന്റെ അണ്ടറിൽ അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അത് കൂടുതലായിട്ട് പറയുന്നില്ല, അതിന് വേറെ തന്നെ ആക്ട് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 5 ടൈപ്പ് സ്ഥാപനങ്ങളാണ് ഹയർ സ്റ്റഡി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിന്റെ കീഴിൽ വരുന്നത്. ഇപ്പോൾ സെൻട്രൽ നേരത്തെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. ഈ 5 ടൈപ്പ് സ്ഥാപനങ്ങളിലും പഠിച്ച ആളുകളാണ് വ്യത്യസ്ത ആളുകളിൽ നിന്ന് കൂട്ടുക. ഇപ്പോൾ ഒരാൾ സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പഠിച്ചു, നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പഠിച്ചു, ഒരാൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചു, ഒരാൾ ഡീംഡ് യൂണിവേഴ്സിറ്റി പഠിച്ചു. ആസ് പെർ ലോ, നിയമപ്രകാരം ഒരാള് ഒരു ഗവൺമെന്റ് ഇന്റർവ്യൂവിന് പോകണം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മുന്നിൽ പോവാണ്, ഏത് ഡിഗ്രിക്കാണ് കൂടുതൽ വാല്യൂ? സെൻട്രൽ ഗവൺമെന്റ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാ? വേറൊരാൾ പറഞ്ഞ എല്ലാ ഡിഗ്രിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, UGC അപ്രൂവ്ഡ് അല്ലേ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാ? ആർക്കാ കൂടുതൽ മാർക്ക്? സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണോ, സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണോ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആണോ? ആസ് പെർ ലോ, നിയമപ്രകാരം ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, ആ കോഴ്സും UGC അപ്രൂവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും നിയമം കൊണ്ട് ഒരേ പരിഗണനയാണ് നൽകുന്നത്. ആസ് പെർ ലോ, നിയമം കൊണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ജോലിക്ക് പോകുമ്പോൾ ഒരേ പരിഗണനയാണ് എന്ത് വരിക, ഈ ജോലിക്ക് നൽകേണ്ടത് എന്നാണ് നിയമം. ഇന്ത്യയിൽ ഏകദേശം എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട് അറിയോ? 1200 അടുത്ത് UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുതൽ മേഘാലയ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ അല്ലെങ്കിൽ മണിപ്പൂരിൽ വരെയുള്ള യൂണിവേഴ്സിറ്റികൾ കൂട്ടിയിട്ട് 1200ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും UGC അപ്രൂവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരേ വാല്യൂ എന്നാണ് ഇന്ത്യൻ നിയമം. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റി, ഓരോ കോളേജിന് ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് ഒരു ഇന്റർവ്യൂവർക്ക് പല കാര്യങ്ങളും തീരുമാനിക്കാം. അത് ഗവൺമെന്റിലല്ല, നമ്മൾ IITS വരികയാണ്. നമ്മളെ സ്ഥാപനത്തിൽ ഒരാൾ വരുമ്പോൾ, ഒരാൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ വാല്യൂ നമുക്കറിയാം, MGന്റെ വാല്യൂ നമുക്കറിയാം, അല്ലെങ്കിൽ NIT വന്ന ഒരാൾ നമുക്കറിയാം, IIM വന്ന ഒരാൾ നമുക്കറിയാം. അപ്പൊ അത് നമ്മളെ ഇന്റേണൽ IIT വന്നവൻ നല്ല ഉഷാറാവും, IIM വന്നവൻ IIM ബ്രെയിൻ ആണ്. അങ്ങനെ റിക്രൂട്ട്മെന്റ് കൊടുക്കുന്ന എന്തുണ്ട്, അത് വേറെ ഉണ്ട്. അത് അവരെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ആസ് പെർ ലോ ഇതെന്താണ്, സെയിം ആണ്. പറഞ്ഞോളൂ. ആസ് പെർ ലോ ഇപ്പോൾ നമ്മളൊരു UPSC പരീക്ഷ എഴുതി, ഒരു ഡോക്ടർ IIM പാസ്സായി, ഒരു ഡോക്ടർ നമ്മളെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിന്ന് പാസ്സായി. ആർക്കാണോ മാർക്ക് കൂടുതലുള്ളത് അവർക്ക് കിട്ടും. അല്ലാതെ എയിംസിന് പാസ്സായതെന്ന് പറഞ്ഞിട്ട് എന്തില്ല. പക്ഷെ എയിംസിൽ പഠിക്കുമ്പം കേന്ദ്ര ഗവൺമെന്റ് സ്റ്റുഡൻ്റ് ആണ്, പഠിക്കുന്ന സമയത്ത് തന്നെ ജോലി കിട്ടുന്നതിനൊക്കെ വലിയ ഗ്രാൻഡ് ഉണ്ടാവും, 5 സ്റ്റാർ ഫെസിലിറ്റി സംവിധാനങ്ങൾ ഉണ്ടാവും. ഇപ്പം നമ്മളെ IIM പഠിക്കുന്നവർക്ക് 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള പോലെയാണ് എന്ത്, അവരെ എല്ലാ ഹോസ്റ്റൽ സംവിധാനം, അത് വേറെ തന്നെ. അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, സിലബസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് ഇപ്പൊ നല്ല നല്ല കമ്പനികൾ അവിടെ വന്നിട്ട് ഇന്റർവ്യൂ നടത്തി പോകുന്നുണ്ടാവും, പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നിയമം കൊണ്ട് എന്താണ്, എല്ലാം ഒരേപോലെ.
ക്ലിയർ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മളെ ഫൗണ്ടേഷന്റെ ഫസ്റ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് നമ്മളത്